الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس يوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ സകലമായ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും വേണ്ടപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നാം കഴിഞ്ഞ ആഴ്ച റമദാന്റെ മുന്നോടിയായി നമ്മിലേക്ക് കടന്നു വന്ന റജബ് മാസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും റജബ് മാസം മുതൽ മാനസികവും ശാരീരികവുമായി ഒരു വിശ്വാസി റമദാനിലേക്ക് തയ്യാറാകേണ്ടതിനെ സംബന്ധിച്ചു ചർച്ച ചെയ്തു. റജബ് മാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പണ്ട് മുതലേ മാനവരാശി പവിത്രമായി കണക്കാക്കപ്പെടുന്ന 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. അഥവാ യുദ്ധം ഹറാമാക്കിയിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. പരിശുദ്ധ ഖുർആനിൽ അത് എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഒരു വർഷം 12 മാസമാണ് എന്നും അതിൽ 4 മാസം പവിത്രമാണ് എന്നും അല്ലാഹു പറയുന്നുണ്ട്. ആ പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. അക്രമം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് എതിർത്തിട്ടുള്ള, മാനവരാശിക്ക് ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അക്രമം എന്നത്. മനുഷ്യന്മാർ പരസ്പരം അക്രമം ചെയ്യരുത്. യാതൊരു നിലയിലും അക്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അക്രമത്തെ വളരെ മോശമായ നിലയിൽ, അക്രമകാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അല്ലാഹു സഹായിക്കുകയില്ല എന്നൊക്കെ വിവിധ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അക്രമം ചെയ്യാൻ പാടില്ലാത്ത, അങ്ങോട്ട് കയറി ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാൻ പാടില്ലാത്ത, ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പാടില്ലാത്ത ഒരു പവിത്രമായ മാസത്തിൽ നാം ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ മാനവരാശികളോടും പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ധരിച്ചു വെക്കരുത്, ഗാഫിലൻ, അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമകാരികൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ അല്ലാഹു കണ്ടിട്ടില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല.
എന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത്. ഇന്നമാ യുഅഖിറുഹും, തീർച്ചയായും ഈ അക്രമകാരികളെ അല്ലാഹു അല്പം സാവകാശം നൽകുകയാണ്. അക്രമകാരികൾക്ക് അല്ലാഹു സാവകാശം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ലിയൗമിൻ, ഒരു ദിവസത്തേക്ക്. തശ്ഖസു ഫീഹിൽ അബ്സാർ, ആ ദിവസം അക്രമകാരികൾക്ക് വന്നെത്തിയാൽ അവരുടെ കണ്ണുകൾ അന്താളിച്ചു പോകും, അവരുടെ വീർപ്പ് മേലോട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു ദിവസത്തിലേക്ക് ഈ അക്രമകാരികളെ അല്ലാഹു സാവകാശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് നടിച്ചു പോകരുത്, ധരിച്ചു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഇബ്രാഹിമിലെ 42-ാമത്തെ ആയത്ത്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക, ഇപ്രകാരമാണ്, അഹദു റബ്ബിക്, നിന്റെ രക്ഷിതാവ് പിടിക്കും അക്രമകാരിയെ. അക്രമകാരികളെ അല്ലാഹു ഇപ്രകാരം പിടിക്കും. അല്ലാഹു സുബ്ഹാനഹു ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമത്തുൻ, ആ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് ആരും പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല. അവരുടെ സമ്പത്തിന്റെ, അവരുടെ അധികാരത്തിന്റെ, അവരുടെ മേൽക്കോയ്മയുടെ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാടിനെ അല്ലാഹു ഒരു പിടുത്തം പിടിക്കും. ഇന്ന അഖദഹു അലീമുൻ ശദീദ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ പിടിച്ചാൽ അത് ഭയങ്കര ശക്തമായ, വേദനാജനകമായ ഒരു പിടുത്തമായിരിക്കുമെന്ന് സൂറത്ത് ഹൂദ് 102 അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോ വർത്തമാനകാല സാഹചര്യത്തിൽ വിശ്വാസി സമൂഹം അക്രമം കാണിച്ച ആളുകളെ നോക്കിക്കാണുന്നത് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലായി. നമുക്കറിയാം, ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം വെറും 9,000 ഏക്കർ ഭൂമിയാണ്. 9,000 ഏക്കർ ഭൂമിയിൽ വെറും 3,000 ഏക്കർ ഭൂമി ചുട്ടുചാമ്പലാക്കാൻ, അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ, അവിടുത്തെ കെട്ടിടങ്ങളെയെല്ലാം തകർത്തെറിയാൻ അമേരിക്കയും ഇസ്രായേലും സഖ്യമായി ചേർന്നിട്ട് 1.5 വർഷക്കാലം എടുത്തിട്ട് 3,000 ഏക്കർ ഭൂമി തച്ചു തകർക്കാൻ വേണ്ടി അവർക്ക് 1.5 വർഷം വേണ്ടി വന്നു. ആ അക്രമകാരികൾക്ക് ഏതാണ്ട് $26 മില്യൺ അതിനുവേണ്ടി അമേരിക്കയും ഇസ്രായേലും ചിലവഴിച്ചിട്ടുള്ളത്. 26 മില്യൺ എന്ന് പറഞ്ഞാൽ 2,23,000 കോടി രൂപ. 2,23,000 കോടി രൂപ ചെലവാക്കിയിട്ട് 1.5 വർഷം കൊണ്ട് വെറും 3,000 ഏക്കർ ഭൂമി കത്തിച്ചാങ്കൽപ്പലാക്കാൻ ഈ അക്രമകാരികൾക്ക് വേണ്ടി വന്നെങ്കിൽ 35,000 ഏക്കർ ഭൂമി, 35,000 ഏക്കർ ഭൂമി വെറും 3 ദിവസം കൊണ്ട് ഒരോലപ്പടക്കത്തിന്റെ ചിലവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കഴിഞ്ഞു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരികയാണ്. വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ അക്രമിക്കൂട്ടത്തെ സാവകാശം നൽകി. ഇദാ അഖദ റബ്ബുക, രക്ഷിതാവ് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പിടുത്തമായിരിക്കും. യൗമിൻ തശ്ഹസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ ഇങ്ങനെ മേലോട്ടന്തിയിട്ട് അന്തം വിട്ടു നിൽക്കാനല്ലാതെ ഒരു മനുഷ്യനും അത് സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് വീണ്ടും, വമകറു, അവർ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ അക്രമകാരികൾ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. മക്രൻ, ഒരു തരം തന്ത്രം. വമക്കറനാ മക്രൻ, നാം അവർക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു. വമക്കറനാ മക്രൻ, ഈ അക്രമകാരികൾക്കെതിരെ നാമും തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്അറൂൻ,
പക്ഷെ അള്ളാഹുവിന്റെ തന്ത്രത്തെ സംബന്ധിച്ച് അവർക്ക് തീരെ വിവരമില്ലായിരുന്നു, അവർ തീരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, അവർ തീരെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൻസുർ, നോക്കൂ, കൈഫ കാന ആഖിബത്തു മക്രിഹിം, അവർ ചെയ്തു കൂട്ടിയ അക്രമത്തിന്റെ തന്ത്രങ്ങളുടെ ബാക്കി പത്രം എന്താണെന്ന് നോക്കിക്കാണൂ. ഓരോ മനുഷ്യനോടും അള്ളാഹു പറയാണെന്ന് നോക്കിക്കാണൂ. ഇന്നാ ദമ്മർനാഹും, നാം അവരെ നശിപ്പിച്ച് തരിശാക്കി കളഞ്ഞു. ഇന്നാ ദമ്മർനാഹും, അവരെ നാം തകർത്തെറിഞ്ഞു. വഖൗമുഹും അജ്മഈൻ, അവരുടെ സമൂഹത്തെ മൊത്തം അല്ലാഹു തകർത്തെറിഞ്ഞു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, അവരുടെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടോ? ഹാവിയത്തുൻ, ജനങ്ങളില്ലാത്ത വീടുകളാണിപ്പോ. ഒരൊറ്റ മനുഷ്യൻ അവിടെ താമസിക്കുന്നില്ല അവരുടെ വീടുകളില്. അവരുടെ വീടുകളിൽ നാം ആക്കിക്കളഞ്ഞു. ഹാവിയത്തുൻ, ജനങ്ങളില്ലാത്ത വീടുകൾ, വസിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് വസിക്കാൻ പറ്റാത്ത വീടുകളാക്കി കളഞ്ഞു. ബിമാ അവലമു, അവർ ചെയ്തു കൂട്ടിയ അക്രമത്തിന്റെ പ്രതിഫലനങ്ങളാണ് അവർ കാണുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅലമൂൻ, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകൾക്ക് ധാരാളം പാഠങ്ങളിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലോകത്ത് അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉങ്ക് വെച്ചിട്ട് അക്രമം കാണിച്ചപ്പോൾ ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുത്തപ്പോൾ ഒരല്പം അയഞ്ഞിട്ടുണ്ട്. ഗസയിലെ വെടിനിർത്താനുള്ള ചർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅലമൂൻ, ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 1-2 ആയത്തുകൾ മാത്രമാണ് ഈ വിഷയവുമായി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി ഖുർആനിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തമാനകാല സാഹചര്യത്തെ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അവിടെയാണ് ഈ അക്രമികൾക്ക് ഓശാന പാടിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, തുമ്മിയാലും ശ്വാസം വിട്ടാലും ഒക്കത്തിന്റെയും പേരിൽ മുസ്ലിം ഇസ്ലാം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിഗളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അക്രമികൾ ഇവിടെയുണ്ട്, കുറേയുണ്ട്. വായെടുത്താൽ മുസ്ലിം വിരുദ്ധതയല്ലാത്ത, പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ആർക്ക് വാദം കൂടിയാലും കോഴിക്ക് കിടക്കപ്പൊറുതിയില്ല. കാരണം പണ്ട് വാദത്തിന് പ്രധാനമായൊരു ചികിത്സ പൂവൻ കോഴി അതിന്റെ കഴുത്ത് നെരിച്ചിട്ട് അതിന്റെ ചുടുചോര കുടിക്കണമെന്നാണ് പണ്ട് വാദത്തിന് ചികിത്സ പറയുന്നത്. ഇപ്പൊ വാദം ആർക്ക് കൂടിയാലും കോഴിയെ പിടിച്ചിട്ട് ധരിക്കുക എന്ന് പറഞ്ഞതുപോലെ എന്തുണ്ടായാലും അത് സാംസ്കാരികമെന്ന് നാം കൊട്ടുഘോഷിക്കുന്ന കേരളത്തിൽ പോലും ഒരു പ്രശ്നവുമില്ലെങ്കിലും അവിടെയൊക്കെ മുസ്ലിം ഇസ്ലാം ഭീകര തീവ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളെല്ലാവരും സമാധാന കാംക്ഷികളായതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ വായിൽ കൈയിട്ടാൽ പോലും കടിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന, ധിക്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ ഈ അക്രമം ഉണ്ടല്ലോ, അതിൽ നിന്ന് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങളാരും ധരിച്ചു വെക്കരുത്. ഇപ്പോ നിങ്ങൾക്ക് അധികാരമുണ്ടാവും, ഇപ്പോൾ നിങ്ങൾക്ക് അധികാരത്തിന് സപ്പോർട്ട് ഉണ്ടാവും, ഇപ്പോൾ നിങ്ങൾക്ക് പോലീസിന്റെ, ഗവൺമെന്റിന്റെ, ജുഡീഷ്യറിയുടെ സഹായം ഉണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിച്ചാൽ അത്
കുതറി മാറാൻ പറ്റാത്ത നിലയിൽ അലീമുൻ ശദീദ്, വേദനാജനകമായിരിക്കും, ശക്തവുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. മിഴിച്ചു നിൽക്കാനല്ലാതെ, ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണ് മിഴിച്ചു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പിടുത്തം പിടിക്കും. അതിനു മുമ്പ് തിരുത്തുക, അതിനു മുമ്പ് ഈ അക്രമവും അനീതിയും ഈ അസത്യവും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് പരസ്പര സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഒരു ദൂതുമായി നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാമെന്ന ചിന്തയിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിയും യുക്തിയും ചിന്തയുമുള്ള മുസ്ലിമീങ്ങൾ തയ്യാറാവുക. പറഞ്ഞു കൊടുക്കണം, അവരെന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല, ഇല്ല, അത് ശരിയല്ല, ആ വാക്ക് ശരിയല്ല, അതാര് പറഞ്ഞാലും നീതിയല്ല, ശരിയല്ല, സത്യമല്ല എന്ന് പറയാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ ഓർഡറായിട്ട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ അക്രമികളുടെ പ്രാർത്ഥനയെ ഭയപ്പെട്ടുകൊള്ളണം. ഇത്തഖു ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ, പീഡിപ്പിക്കപ്പെട്ടവന്റെ, നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്തെന്നറിയോ? ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല കേട്ടോ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പെണ്ണുങ്ങൾ, കുട്ടികൾ, വൃദ്ധന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗസയിൽ. അല്ലാഹ് കേട്ടു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചു നാളത്തേക്ക് അല്ലാഹു അവർക്ക് സാവകാശം നൽകിയതാണ് എന്ന്. ആ സാവകാശം ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കും ഉണ്ട് കേട്ടോ. ഇത് പറയാൻ പഠിക്കരുത്, ഒരു മുസ്ലിമും പറയാൻ പഠിക്കരുത്. ഇന്ത്യയിലെ ഫാസിസം, പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലാണ് അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാർത്തകളും വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്ത് നീതിയാണെന്ന് ചോദിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവണം. തയ്യാറായിട്ടില്ലെങ്കിൽ അവർ ഇങ്ങനെ തുടർന്നു പോകും. ചിലപ്പോ അവരോട് സഹകരിച്ചതിന്റെ പേരിൽ പ്രാർത്ഥിക്കപ്പെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയത്ത് അവിടെ മുസ്ലിമായ നാം പെട്ടുപോകരുത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ, അള്ളാഹുവിന്റെ പണിഷ്മെന്റിൽ. കാരണം എന്താ? നാം മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരൻ ഉണ്ടല്ലോ, വിശ്വാസിയായ സഹോദരൻ, അവൻ ളാലിമാണെങ്കിൽ അവനെ സഹായിക്കണം. ഔ മദ്ലൂമ, ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും, അക്രമിയാണെങ്കിലും സഹായിക്കണം, ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും സഹായിക്കണം. ഹദീസ് കേട്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരൻ, നിന്റെ വിശ്വാസിയായ സഹോദരൻ അക്രമിയാണെങ്കിൽ സഹായിക്കണം, ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും സഹായിക്കണം. കാരണം നമ്മളെല്ലാവരും വാങ്ങി കേൾക്കണമെന്നറിയോ, ഇങ്ങനെ കേട്ടുപോകും, എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. സഹാബാക്കൾക്ക് കേട്ട ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പറഞ്ഞത് മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായില്ല. അക്രമിയെ എങ്ങനെ സഹായിക്കും? ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാൻ സാധിക്കും. അവനിക്ക് മരുന്നുമായി കൊടുക്കാം, അവനിക്കൊന്ന് ശരീരമൊക്കെ ഒഴിഞ്ഞു കൊടുക്കാം, സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. അങ്ങനെ ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? സഹാബാക്കൾ ചോദിച്ചു. ആരെങ്കിലും ചോദിക്കോ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ? അത് നമുക്ക് അതിന് ചിന്തയില്ല. എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചത് കൊണ്ട് നമുക്ക് മറുപടി കിട്ടി. അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ തടഞ്ഞുകൊണ്ടാണ്. അക്രമത്തിന് തടയണം. അക്രമത്തിന്റെ വാചകങ്ങൾ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ അക്രമത്തിന്റെ വാചകം പറഞ്ഞിട്ട് അവനെതിരെ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദീസ് പറഞ്ഞ ഹദീസിനെതിരാണ് നമ്മൾ. കാരണം അവൻ അക്രമിയാണ്. ആ അക്രമിക്കെതിരെ അവനെ തടയണമെന്ന് നിന്ന് അവനെ പോയിട്ട് അടിക്കാനല്ല, അവനെ കേസ് കൊടുക്കണം. നമ്മുടെ ഗവൺമെന്റ് അവനെ അറസ്റ്റ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ചോദിക്കണം, അവൻ അക്രമിയാണ്. അക്രമിയെ സഹായിക്കേണ്ട അങ്ങനെയാണ്, അവൻ തടയണം അതിൽ നിന്ന്. ഈ അക്രമം കാണിക്കുന്ന, അക്രമം പറയുന്ന ആളുകളോട് ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അവനെ സഹായിക്കുക എന്നുള്ളത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എന്തൊക്കെ പ്രവണതകളുണ്ടോ അതൊക്കെ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ വരുന്നത്. അതുകൊണ്ട് ലോകത്തിങ്ങനെ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ആക്രമിക്കപ്പെടുന്നവന് സഹായം ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ ശാരീരികവും അതുപോലെ തന്നെ അവരുടെ കേസ് സംബന്ധമായിട്ടുള്ള ലീഗൽ എല്ലാ രീതിയിലും അവരെ സഹായിക്കണം. ഒപ്പം ഇപ്പുറത്ത് ഈ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാരികളെ അതിൽ നിന്ന് തടയാനുള്ള സംവിധാനങ്ങളും ഒരു വിശ്വാസം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാൻ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്കൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാൻ, ഈമാൻ ഉയർത്തിക്കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المؤمنين والمسلمين أجمعين فاستغفروه إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.